പച്ചപ്പും ഒഴുകുന്ന വെള്ളവും മനസ്സിന് സന്തോഷം തരുന്ന, അങ്ങനെ പറയാറുണ്ട്, ഹദീസൊന്നുമല്ല. അപ്പോ നല്ല പച്ചപ്പുള്ള മലകളും ചെരുവുകളും വളവും തിരുവൊക്കെ ഉള്ള എന്ത് രസമുള്ള നാട്, മാഷാ അല്ലാഹ്. ആനിറങ്ങാഞ്ഞാ മതില്ലേ. അപ്പോ മലകൾ സംസാരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വയനാട്ടിലെ മലക്ക് സംസാരിക്കുന്നുണ്ടാവും. എന്താണെന്നറിയോ? മലകൾ സംസാരിക്കുമത്രേ. ഇന്നൽ ജബല യുനാദി ജബലൻ ആഖറ ബിസ്മിഹി. ഓരോ മലകൾക്കും പേരുണ്ടത്രേ. നമ്മളിട്ട പേരുണ്ടാവും, മലകൾക്ക് പരസ്പരം അറിയുന്ന പേരുണ്ടാവും. ജീവജാലങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇന്ന് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ജീവനില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പർവ്വതങ്ങളും പാറകളും ഇവകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്, സംസാരിക്കുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയില്ല. നാവ് കൊണ്ടല്ലല്ലോ അവർ സംസാരിക്കുന്നത്, അതുകൊണ്ട് നമുക്കറിയില്ല. പഠനം നടക്കുന്ന വിഷയങ്ങളാണ്, വഴിയെ ചിലതൊക്കെ മനസ്സിലാവും. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതും അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവൂല, അവരുടെ ഭാഷ നിങ്ങൾക്കറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. എന്താ പറയുന്നറിയോ? മുത്തനബി ഞങ്ങൾ പറയാ, ഇന്നൽ ജബല യുനാദി ജബലൻ ആഖറ ബിസ്മിഹി. ഒരു പർവ്വതം മറ്റൊരു പർവ്വതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിളിക്കുമത്രേ. ഹൽ മർറ ബിക ദാകിറുൻ ലില്ലാഹി അസ്സ വജല്ല. പർവ്വതമേ, അല്ലാഹുവിനെ ഓർക്കുന്ന ഇന്നാലിന്ന ആൾ നിന്റെ മീതു കടന്നുപോയിട്ടുണ്ടോ? നിന്നിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകൾ നിന്റെ അരികത്തുകൂടെ വന്നിട്ടുണ്ടോ എന്നൊരു പർവ്വതം അങ്ങോട്ട് വിളിച്ചു ചോദിക്കും. സുബ്ഹാനല്ലാഹ്. സ്വാലിഹീങ്ങളായ ആളുകൾ കടന്നു പോകുമ്പോ മലകൾ കൂരിത്തരിക്കുമത്രേ. ഫഇൻ ഖാല നഅം. ആ പർവ്വതം അതെ, നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ എന്നിലൂടെ യാത്ര പോയിട്ടുണ്ട് എന്നൊരു പർവ്വതം മറുപടി പറയുകയാണെങ്കിൽ ആ വിളിച്ചു ചോദിച്ച പർവ്വതം പറയുമത്രേ, അബ്ശിർ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ. ഫഇന്നൽ അർള തുഹിസ്സു ബിവഖിഇ അഖ്ദാമിഹിം അത്വയ്യിബ. സുബ്ഹാനല്ലാഹ്. സജ്ജനങ്ങളുടെ കാലിന്റെ പാദം, സജ്ജനങ്ങൾ നടന്നു പോകുന്നത് ജീവനില്ലാത്ത മണ്ണിനറിയാമെന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവനില്ലാത്ത പർവ്വതങ്ങൾക്ക് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ കാൽപാദങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. ആരെങ്കിലും സ്വാലിഹായ മനുഷ്യരൊരു വഴിയിലൂടെ കടന്നുപോയാൽ, ഇന്ന ആള് നിങ്ങളുടെ അടുത്തുകൂടെ വന്നല്ലേ, എന്റെ ഒരു ഭാഗ്യം, എന്റെ അടുത്ത് വന്നത് വെടിവെക്കാൻ വന്നവരാ, എന്റെ അടുത്ത് വന്നത് കള്ളും കുപ്പിയിട്ട് വന്നവരാ, നിന്റെ അരികത്ത് നല്ല ആളുകൾ വന്നല്ലേ. ഉച്ചത്തിലൊക്കെ ചെറുപ്പക്കാര് ബൈക്ക് നിർത്തുന്നത് കണ്ടപ്പോ കൂടുതലൊരു പറഞ്ഞു, ചിലപ്പോ എന്റെ കുപ്പി കൊണ്ടുവന്നിട്ടേ ആ ഏർപ്പാട് നിർത്തണ പോലും ഉണ്ട്. എല്ലാരും അങ്ങനെയല്ല. ചിലര്, ഞാൻ പറഞ്ഞു, റബ്ബേ, ഈ കുന്നിന്റെ മീതെ വന്ന് വെള്ളടിച്ചാല് ഈ കുന്ന് ഇറങ്ങിപ്പോവുക കയറിപ്പോവുക ചെയ്യണ്ടേ, എന്തായിരിക്കും പോലെ അവസ്ഥ റബ്ബേ. അള്ളാന്റെ ഭൂമി തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ ചുരത്തിന്റെ മുകളിലൊക്കെ വന്നിട്ടേ. സുബ്ഹാനല്ലാഹ്. പർവ്വതം പറയും, ഇവരെന്റെ അരികത്ത് വന്നില്ലായിരുന്നെങ്കിൽ. നമ്മുടെ വയനാട് ചുരക്കെ എത്ര പറയുന്നുണ്ടാവും, താമരശ്ശേരി ചുരക്കെ ഓരോ മലകളോട് വിളിച്ചു ചോദിക്കുന്നുണ്ടാവും അല്ലേ. നമ്മുടെ കുറ്റ്യാടി ചുരണ്ടല്ലോ ഇങ്ങോട്ട് കയറി വരാൻ, കുറ്റ്യാടി ചുരത്തിനോട് ചോദിക്കുന്നുണ്ടാവും, അതിൽ നല്ല മനുഷ്യന്മാര് പോയോ? എന്റെ അടുത്ത് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, എന്നിലൂടെ കുറെ ആളുകൾ വന്നു പോകുന്നു, ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സജ്ജനങ്ങളെ അള്ളാഹുവിന്റെ ഭൂമിക്ക് ഇഷ്ടമാണ്. ഒരു മരണം നടക്കുന്നു മുത്തുനബിയുടെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനാസ കടന്നു പോവുകയാണ്. ജനാസ കടന്നു പോകുമ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു, മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ മിൻ. ഒരു മയ്യത്ത് കടന്നു പോവാണ്. തങ്ങൾ പറഞ്ഞു, മുസ്തരീഹുൻ, ഒന്നുകിൽ ഈ മയ്യത്ത് വിശ്രമിക്കാൻ പോകുന്ന ആളാണ്, ഈ മയ്യത്ത് വിശ്രമിക്കാൻ പോകുന്ന ആളാണ്. ഔ മുസ്തറാഹുൻ മിൻഹു, അല്ലെങ്കിൽ ഈ മയ്യത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വിശ്രമം കിട്ടും. അങ്ങനെ രണ്ടാലൊന്നേ ഏതൊരു മയ്യത്തും ഉണ്ടാവുള്ളൂ. സ്വഹാബിമാർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൽ മുസ്തരീഹു വമൽ മുസ്തറാഹു മിൻഹു. എന്താ നബി അങ്ങ് ഉദ്ദേശിച്ചത്? ഒരു മയ്യത്ത് കടന്നു പോകുമ്പോ ഒന്നുകിൽ ആ മയ്യത്ത് വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ആ മയ്യത്തിൽ നിന്ന് വിശ്രമിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥമെന്ന് മുത്തുനബിയോട് ചോദിക്കുന്നു. സ്വഹാബിമാർ ലോകത്തിന്റെ ഗുരു മറുപടി കൊടുക്കുന്നു, ഇന്നൽ അബ്ദൽ കാഫിറ, അല്ലാഹുവിനെ അംഗീകരിക്കാത്ത മനുഷ്യൻ, പടച്ചവനില്ല എന്ന് പറയുന്നവർ, യുക്തിവാദം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ, അവിൽ ഫാസിഖ, അല്ലെങ്കിൽ മുസ്ലിം തന്നെ തിന്മ ചെയ്ത് ജീവിക്കുന്നവര്, അല്ലാഹുവിനെ ഓർക്കാത്തവര്, അവിൽ മുനാഫിഖ, അല്ലെങ്കിൽ കപട വിശ്വാസിയായി ജീവിക്കുന്ന ആളുകൾ, തസ്തരീഹു മിൻഹുൽ ബിലാദു വൽ ഇബാദു വശ്ശജറു വദ്ദവാബ്. യാ അല്ലാഹ്,
ഒരു കാഫിർ മരിച്ചാൽ, ഒരു മുനാഫിഖ് മരിച്ചാൽ, ഒരു കള്ളുകുടിയൻ മരിച്ചാൽ, തുണിവാസം ചെയ്യുന്ന ഒരാൾ മരിച്ചാൽ ആ മനുഷ്യനിൽ നിന്ന് നാടുകൾക്ക് സമാധാനമാണ്. വൽ ഇബാദ്, മനുഷ്യന്മാർക്ക് സമാധാനമാണ്. വശ്ശജറു വദ്ദവാബ്, ജീവജാലങ്ങളും പക്ഷികളും അല്ലാഹുവിന്റെ വൃക്ഷങ്ങളും പോലും ആ മനുഷ്യന്റെ മരണത്തിനാൽ ആശ്വസിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹ്. അല്ലെങ്കിൽ അത് മുഅ്മിനാണെങ്കിൽ ആ മുഅ്മിന് പോയി കിടക്കുന്ന ഖബറിലേക്ക് ചെല്ലുമ്പോ, ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്രമിക്കാനുള്ള ഇടം അല്ലാഹു നൽകുന്നു. അല്ലാഹു ആ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇസ്തറാഹ്, ആ മനുഷ്യൻ സമാധാനം വിശ്രമമെടുക്കുന്നു. മിൻ തഅബിദ് ദുനിയ, ദുനിയാവിൽ ഒരുപാട് ക്ഷീണിച്ചു, ഒരുപാട് തളർന്നു, ഒരുപാട് അധ്വാനിച്ചവനാണ്, ഇനി വിശ്രമിച്ചോട്ടെ, ഖബറിലാണ് വിശ്രമം എന്ന് പറയും. അല്ലാഹു അങ്ങനെ മുസ്തരീഹുകളായ അവസ്ഥയിൽ ഈ ലോകത്തുനിന്ന് യാത്ര പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ മരിച്ചാൽ രക്ഷപ്പെട്ടു, ഒരു ഫിത്നങ്ങ് പോയി കിട്ടിയല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലായി പോകരുത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. പാപികളായ ആളുകളും സജ്ജനങ്ങളും എങ്ങനെ വേർപിരിയുന്നു എന്നാണ് നമ്മുടെ ചർച്ച. വൃക്ഷങ്ങളും മൃഗങ്ങളും മനുഷ്യരും നാടും ആ മനുഷ്യന്റെ മരണത്തോടെ സമാധാനത്തിലാകും. ഒന്നുകിൽ ആ മയ്യിത്ത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അത് നല്ല മയ്യിത്താണോ ആ മയ്യിത്തിന് വിശ്രമിക്കാൻ പോവുകയാണ്. ഈ രണ്ടാലൊരവസ്ഥയല്ലാതെ മറ്റെന്തുണ്ട് സ്വഹാബ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ തന്നെ പറയട്ടെ, ഇന്ന ഹവാമൽ അർളി വഅഖാരിബഹാ തഖൂൽ. ഇങ്ങനെയാണ് മഴ കിട്ടാത്തതിന്റെ കാരണം പറയുന്നത്. വയനാടൊന്നും മഴയില്ലല്ലോ, ചോരിറങ്ങിയിട്ടും മഴ കാണുന്നില്ല. ഏപ്രിലത്തൊക്കെ കാലാവസ്ഥ പോലെയൊക്കെ മാറി വന്നിരിക്കുകയാണല്ലേ. അതിനുള്ള മറുപടിയാണ് ഇപ്പൊ പറയാൻ പോണ ഹദീസ്. ഇന്ന ഹവാമൽ അർളി വഅഖാരിബഹാ, ഭൂമിയിലെ ഇടജന്തുക്കളും തേളുകൾ പോലും പറയുമത്രേ. എന്തു പറയും? ലഅനല്ലാഹു ഇബ്ന ആദം, ആദമിന്റെ സന്തതിയെ മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ എന്ന് ഇടജന്തുക്കളും പക്ഷികളും വൃക്ഷങ്ങളുമെല്ലാം വിളിച്ചു പറയുന്നുണ്ടത്രേ. ലഅനല്ലാഹു ഇബ്ന ആദം, മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ. മുൻഅനൽ ഖതറ ബിശുഅമി മഅസിയതിഹി, അവൻ ചെയ്ത പാപങ്ങൾ കാരണം ഞങ്ങൾക്കും മഴ കിട്ടിയില്ലല്ലോ. മനുഷ്യന്റെ പാപം കാരണം മേഘപടലങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നില്ലല്ലോ. മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ കൊണ്ട് അല്ലാഹു മഴ വർഷിപ്പിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് മഴ കിട്ടാതെ പോയത്, ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ പോയത്, ഞങ്ങൾ ദാഹിച്ചു പരവശരാകുന്നത് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തിന്മ കൊണ്ടല്ലേ. അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും ജീവജാലങ്ങൾ മഴ കിട്ടാതിരിക്കുന്ന പ്രദേശങ്ങളിലെ മനുഷ്യന്മാരെ ശപിച്ചുകൊണ്ടിരിക്കുമത്രേ. ലഅനല്ലാഹു ഇബ്ന ആദം, മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ. മുൻഅനൽ ഖതറ ബിശുഅമി മഅസിയതിഹി, അവൻ ചെയ്ത പാപത്തിന്റെ അവലക്ഷണം കൊണ്ട്, പാപത്തിന്റെ ഭാരം കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് മഴ തന്നിട്ടില്ല, മനുഷ്യനാണതിന്റെ കാരണം എന്ന് ഭൂമിയിലെ ഇടജന്തുക്കളും തേളുകൾ പോലും വിളിച്ചു പറയുമെന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ കൂട്ടമായി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടന്നാൽ ഓരോ പ്രദേശത്തിനും മഴ കൊടുക്കും അല്ലാഹു. ചിലപ്പോ വാർഡ് അടിസ്ഥാനത്തിലൊക്കെ മഴ കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ ചെയ്യും. എന്താണെന്നറിയോ? അവിടെ ചിലപ്പോ നല്ല മനുഷ്യന്മാരുണ്ടാവും. സജ്ജനങ്ങൾ ഉണ്ടാകുന്നിടത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് വരുമെന്നാണ്. അല്ലാഹു ആ രീതിയിൽ സജ്ജനങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുനബി തങ്ങൾ പറയുന്നു, മൻ അറാദ അൻ യഅലമ മാ ലഹു ഇൻദല്ലാഹ് ഫൽയൻദുർ മാ ലില്ലാഹി ഇൻദഹ്. റബ്ബേ, ഞാൻ മരിച്ചു പോയാൽ എന്തായിരിക്കും? അങ്ങനെ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ, ഞാൻ മരിച്ചാൽ എന്തായിരിക്കും റബ്ബേ, എന്റെ മരണത്തിന് ശേഷം എന്തായിരിക്കും അവസ്ഥ? കുട്ടികളൊക്കെ സന്തോഷിക്കുവോ? കുട്ടികളൊക്കെ വലിയ റാഹത്തിലായിരിക്കും. ചിലപ്പോ വാപ്പ പോയി കിട്ടിയല്ലോ, അങ്ങനത്തെ വാപ്പയാണോ റബ്ബേ ഞാന്? നാളെ പരലോകത്തെത്തിയാൽ എന്റെ വിചാരണ എന്തായിരിക്കും? എന്റെ ഖബർ എന്തായിരിക്കും? ഇതൊക്കെ നമ്മുടെ ഒരു കൺസേണാണ്, നമ്മുടെ എപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ്. അല്ലാഹു ആ ലോകം നമുക്ക് സന്തോഷമുള്ള ലോകമാക്കി തരട്ടെ. നമ്മുടെ ദുആഇന് ഉത്തരമുള്ള സദസ്സായി സദസ്സിനെ അല്ലാഹു മാറ്റി തരട്ടെ. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, മൻ അറാദ അൻ യഅലമ മാ ലഹു ഇൻദല്ലാഹ്, അല്ലാഹു എന്തെല്ലാം നമുക്ക് നൽകാൻ പോകുന്നു എന്ന് ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കൊക്കെ അറിയില്ലേ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിനൊരു വഴിയുണ്ട്. നമുക്ക് എന്തൊക്കെ അല്ലാഹു നാളെ തരാൻ പോകുന്നു എന്ന് ഇപ്പോഴേ അറിയാൻ പറ്റും. അങ്ങനെ അതെ, അങ്ങനെ തന്നെ. എന്താ മാർഗം എന്നറിയോ? ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾക്ക് അല്ലാഹു എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, മൻ അറാദ,
ആർക്കെങ്കിലും അങ്ങനെ ആവശ്യം എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല എന്നാണെങ്കിൽ പോയിക്കോളി. അതല്ല, മൻ അറാദ മാലഹു ഇൻദല്ലാഹ്, അല്ലാഹു തആല മൻ അറാദ അൻ യഅലമ മാലഹു ഇൻദല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹു എന്താണ് എനിക്ക് നാളെ നൽകാൻ പോകുന്നത് എന്ന് ഇവിടെ വെച്ച് തന്നെ അറിയാൻ ഒരാൾക്ക് കൊതിയുണ്ടെങ്കിൽ ഫൽയൻദുർ, അവൻ നോക്കട്ടെ, മാലില്ലാഹി ഇൻദ, തന്നിൽ നിന്നവൻ അള്ളാഹുവിന് എന്താണ് കൊടുത്തത് എന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹ്ക്ക് ഞാൻ എന്ത് കൊടുത്തു? അള്ളാഹ്ക്ക് ഞാൻ എന്ത് കൊടുത്തു? എന്റെ വിലപ്പെട്ട സമയം കൊടുത്തോ? നമ്മുടെ ഫേസ് 24 മണിക്കൂർ ഉറങ്ങുമ്പോഴും അവസാനമായി കാണുന്നത് വാട്സപ്പിലെ വല്ല മെസ്സേജുമാണ്. നല്ലതാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ തന്നെ കേട്ടോ, അതിനെ കുറിച്ചല്ല. നല്ലതല്ലാത്തത്, ഉപകാരപ്പെടാത്തത്, മാലായ ഒരു ഉപകാരമില്ലാത്തത്, ഇതൊക്കെ കണ്ടുകൊണ്ട് വെറുതെ അത് വായിച്ചുകൊണ്ട് എത്രയോ മണിക്കൂറുകൾ നമ്മുടെ ഓരോരോ മെസ്സേജുകളും ഓരോന്നോരോന്ന് ട്രേസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് മറുപടി കൊടുത്ത് അങ്ങോട്ട് തിരിച്ചു മറുപടി കൊടുത്ത് ഇങ്ങോട്ട് കിട്ടി, ഇങ്ങനെയൊക്കെ സമയം കൊല്ലുന്നതിനിടക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം ഖുർആൻ ഒന്ന് എടുത്തു നോക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? ഖുർആനൊന്ന് എടുത്തു നോക്കാൻ നേരം കിട്ടുന്നുണ്ടോ? ഈ വാട്സപ്പൊക്കെ വന്നതിന് ശേഷം ഖുർആനൊക്കെ പൊട്ടിവെച്ചില്ലേ, നേരം കിട്ടും. എട്ടിങ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് കൂടെ റബ്ബേ പാരാ വിട്ടത്, സുബ്ഹാനല്ലാഹ്. അത് നോക്കി അപ്പോഴേക്കും നിസ്കാരം മുഴുപ്പിക്കാൻ വയ്യ, റബ്ബേ വാട്സപ്പിൽ ആരോ വിട്ടല്ലേ, എന്തിനാ ഓടേണ്ട കാര്യം? വിടുന്നോല് വിട്ടോട്ടെ, അവർക്ക് സമയം നേരം കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് നമ്മുടെ ഇബാദത്തിന് സമയം കണ്ടെത്തണ്ടേ? അത് മാറ്റിവെച്ച് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ബാക്കിയുള്ള നേരം കൊടുത്താൽ പോരെ ഇതിന്. പക്ഷെ നമ്മളത് പിന്നാലെയാണ്. നമ്മൾ അള്ളാഹുവിന് എന്ത് കൊടുത്തു? അള്ളാഹ്ക്ക് എന്ത് അങ്ങോട്ട് കൊടുത്തു? നമ്മുടെ സമയം കൊടുത്തോ? നമ്മുടെ വിലപ്പെട്ട നേരം അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ചിന്തകൾ അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ആങ്ങളെ, നമ്മുടെ പെങ്ങളെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന് നിങ്ങൾ എന്ത് കൊടുത്തു എന്ന് അങ്ങോട്ട് ചിന്തിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് തരാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. വളരെ മനോഹരമാണ്, കാര്യം വ്യക്തമാണ്. നമ്മൾ എന്ത് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ട്? അൽഹംദുലില്ലാഹ്, അതിന് അള്ളാഹുവിന്റെ തിരിച്ചുള്ള മറുപടി വരും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഒരാത്മവിചിന്തനത്തിന്റെ നേരം അനൽ അബ്ദുല്ലദീ കസബൽ ദുനൂബ വസദ്ദതുഹുൽ അമാനി അൻ യതൂബ. أنا العبد الذي أمسى حزينا على زلاته قلقا كئيبا. أنا العبد الذي سترت عليه صحائف لم يخف فيها الرقيبا. أنا الغدار كم أحدت وحدا وكنت على الوفاء به كذوبا. أنا العبد المخلف عن أناس حووا من كل معروف نسيبا. أنا العبد الغريق بلج بحر أصفيه لربما ألقى مجيبا. പാപിയായി കിടന്ന് പാപഭാരങ്ങൾ ചുമന്ന് നടന്ന് റബ്ബേ നിന്റെ കാരുണ്യത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്ന പാപിയാണ് റബ്ബേ ഞാനെന്ന് എന്റെ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് പറയാൻ നമുക്ക് എത്ര സമയം കിട്ടിയിട്ടുണ്ട്, എത്ര നേരം കിട്ടിയിട്ടുണ്ട്? അല്ലാഹുവേ എന്റെ പാപങ്ങളെ കരിച്ചു കളയണേ എന്ന് ഗഫാറുദ്ദുനൂബായ റബ്ബിനോട് കരഞ്ഞു പറയാൻ നമുക്ക് എത്ര നേരം കിട്ടി, എത്ര സമയം നമ്മൾ അതിന് ചെലവഴിച്ചു? രാത്രിയുടെ യാമങ്ങൾ അള്ളാഹുവിന്റെ തിന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിന് പ്രൊപ്പോഷണലായി അതിന് പകരമെന്ന് പറഞ്ഞുകൂടാ, അതിലേറെയുമായി നന്മക്കത് കൊണ്ട് പകരം ചെയ്യാൻ നമ്മളെ കൊണ്ടായിട്ടുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നലിസ്സയ്യഅതി സവാദം ഫിൽ വജ്ഹ്, തിന്മ ചെയ്യുന്ന ആളുകളുടെ മുഖത്തൊരു കറുപ്പുണ്ടാകുമത്രേ. തിന്മ ചെയ്യുന്നവരുടെ മുഖത്ത് ഒരു കറുപ്പുണ്ടാകും. അത് ഈമാനിന്റെ വെളിച്ചമുള്ളവർക്ക് നോക്കാൻ കഴിയും, അവർക്കറിയാൻ പറ്റും. പാപം ചെയ്യുന്നവരുടെ മുഖത്ത് കറുപ്പുണ്ട്. അള്ളാഹു നൽകുന്നതിൽ സങ്കുചിതത്വവും കിട്ടും. നമ്മളിതിന് മോഡിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ വല്ലാത്തൊരു സങ്കുചിതത്വം നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ? ബാങ്കിന്റെ മുമ്പിലെ ക്യൂവും ATM-ന്റെ മുമ്പിലെ ക്യൂവും. പടച്ചോനെ എന്താണ് ചെയ്യുക? എങ്ങനെയാണ്? ഒരു കയ്യിൽ കാശില്ല, ഉള്ള കാശൊന്നിനും പറ്റുന്നില്ല. ഇതൊക്കെ പാപങ്ങൾ വരുമ്പോൾ ഇതിന് വരുന്ന ശിക്ഷയാണെന്നാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം.